ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഇന്നും ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഏഷ്യയിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ US ഫെഡിൻ്റെ ഡിസിഷൻ വന്നിരുന്നു. 0.5% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതിനുശേഷം അമേരിക്കൻ മാർക്കറ്റുകളിൽ വലിയ വൊളാറ്റിലിറ്റി ആയിരുന്നു. ഡൗ ജോൺസും അതുപോലെ തന്നെ S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്വല്പം താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് പൊതുവെ സെൽ ഓൺ ദ ന്യൂസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസ് വരുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ്. വേറെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നുമില്ല. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ ഏഷ്യൻ മാർക്കറ്റുകളിൽ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നാളെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസിഷൻ വരുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ മേജർ ഇവൻറ്റ്സ് ഒന്നുമില്ല. ഒപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ആസ്റ്റർ DMഉം ക്വാളിറ്റി ഹെൽത്ത് കെയർ ആയിട്ടുള്ള മെർജർ ഡീൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാലിറ്റി ആവും. അങ്ങനെ വരികയാണെങ്കിൽ ആസ്റ്ററിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം ഈ മെർജറിന് ശേഷം ആസ്റ്റർ DM ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇന്ത്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിനായിട്ട് മാറുകയാണ്. 10,000 ബെഡുകളും അതുപോലെ തന്നെ 38 ഹോസ്പിറ്റൽസ് ഉണ്ടാവും. ആസ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വെയിറ്റേജ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മെർജറിന് ശേഷം ആസ്റ്റർ ഹോൾഡ് ചെയ്യാൻ പോകുന്ന 23% മെർജിഡ് എൻറ്റിറ്റിയിൽ. ബ്ലാക്ക് സ്റ്റോൺ 34%, 11%, TPG 2 പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളാണ് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് 31%. വളരെ പോസിറ്റീവ് ന്യൂസാണ് ആസ്റ്റർ DMനെ സംബന്ധിച്ച്. നസാര QIP പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജൂബിലൻറ്റ് ഫുഡ്, കൊക്കക്കോളയുടെ ബോട്ട്ലിംഗ് പ്ലാന്റ്, ഹിന്ദുസ്ഥാൻ കൊക്കക്കോള ബിവറേജ് ലിമിറ്റഡ് സെല്ലിങ്ങിന് ആയിട്ട് വന്നിട്ടുണ്ട്. ജൂബിലൻറ്റ് ഫുഡ് ഗ്രൂപ്പാണ് ഇത് ബിഡ് ചെയ്യാൻ പോകുന്നത്. ഇവരാണ് മുന്നിട്ട് നിൽക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ജൂബിലൻറ്റ് ഫുഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. NTPCയുടെ ഗ്രീൻ എനർജി IPO ഫയൽ ചെയ്തിട്ടുണ്ട്. IPO റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. 10,000 കോടി IPO ആണ് പ്ലാൻ ചെയ്യുന്നത്. NTPCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. IREDA ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് 7% ഗവൺമെൻറ് സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്യാണ്. അതിനുള്ള അപ്രൂവൽ വന്നിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. പവർ ഗ്രിഡിൻ്റെ മധ്യപ്രദേശിൽ നിന്ന് ധാരാളം ഓർഡേഴ്സ് പുതിയ ട്രാൻസ്മിഷൻ ലൈനിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദിത്യ ബിർള ക്യാപിറ്റൽ RBIയുടെ NOC കിട്ടിയിട്ടുണ്ട്. ആദിത്യ ബിർള ഫിനാൻസ് ആയിട്ടുള്ള മെർജറിന് വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. പൊതുവേ US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എമർജിംഗ് മാർക്കറ്റുകൾക്ക് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗോൾഡിനും പോസിറ്റീവ് തന്നെയാണ്. ഒരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ഗോൾഡിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഗോൾഡ് മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. എമർജിംഗ് മാർക്കറ്റുകൾക്കും വളരെ പോസിറ്റീവാണ്. കാരണം 0.5% എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അപ്പർ എൻഡിലാണ് റേറ്റ് കട്ട് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ന്യൂസാണ്. എന്നിരുന്നാലും മാർക്കറ്റ് പീക്കിലൊക്കെയാണ് നമ്മുടെ മാർക്കറ്റും ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. ഇന്നും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷനിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നൊരു ഡിസിഷനും നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.